ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. വളരെ സിമ്പിളായിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. വറുത്തിട്ട് വേണമെങ്കിൽ ഇത് പൊടിക്കാം. ഞാനിപ്പം പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ചയ്ക്ക് പൊടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് കറക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയായി കിട്ടും, നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ എഗ് മസാലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഒറഗാനോയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നല്ലപോലെ ഒന്ന് അടിച്ച് യോജിപ്പിച്ചു. അത് റെഡിയാക്കി വെച്ചു. നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിക്കണം. പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തത്. ഇത് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഒറഗാനോ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. 1/4 കപ്പ് വെള്ളം ശരിക്കും അതിനകത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ലൂസായിട്ട് ഇത് കലക്കിയെടുത്തു. കട്ടി പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടി മാത്രമാണ് ഇതെടുക്കുന്നത്. ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് അത് കലക്കിയെടുത്തതിൻ്റെ ഇതുപോലെ ലൂസായിട്ട് വേണം. അതും റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ടിത് വിടർത്തി എടുത്തു വെച്ചു. പാൻ അടുപ്പേ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചു. പിന്നെ ഓരോ ഈ ബ്രെഡ് പീസും എടുത്തിട്ട് മൈദ കലക്കിയതിനകത്തിലേക്ക് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി കോട്ടാക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. ഒരു 5-6 പീസ് ഞാനങ്ങനെ റെഡിയാക്കി മാറ്റി എളുപ്പം വെച്ചു. കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, മൈദയിലെ മുക്കിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അടുത്തതിന് മുട്ടയുടെ മിക്സിൽ മുക്കി റെഡിയാക്കുകയാണ്. അതും ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് റെഡിയാക്കുകയാണ്. ചൂടായിരിക്കുന്ന പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തിലേക്ക് നമ്മൾ ഈ ബ്രെഡിൻ്റെ ഓരോ പീസും അതിനകത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. നല്ല 4 സൈഡിലും അത് പിടിക്കണം ബ്രെഡ് ക്രംസ്. എന്നിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാനൊരു 5-6 എണ്ണം അങ്ങനെ റെഡിയാക്കി പാനിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേഗം ഇതായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു വശം മൂത്ത് കഴിഞ്ഞ് ഞാൻ മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. മറുവശം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഞാനിത് അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ്. മൈദാമാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നതും കൂടെ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതും ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക്
മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ടേസ്റ്റിന് ഒരു കുറവും ഇല്ല. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കേ, അപ്പോൾ എൻ്റെ അടിപൊളി ബ്രെഡ് സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്.